Hello all, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ റൊട്ടേഷണൽ മോഷന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. 5 പാർട്ടായിട്ടാണ് ചെയ്ത്. നിയർലി 50 ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. കുറെ വട്ടം കറക്കുന്ന ക്വസ്റ്റ്യൻസും റൊട്ടേഷൻ പേര് പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഗ്രാവിറ്റേഷനിൽ അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റിന് ചോദിക്കില്ല. റൊട്ടേഷനിൽ അത്രയും ഒരു ടഫ് ക്വസ്റ്റ്യൻസ് എവിടെ വരില്ല, ഈ ചാപ്റ്റർ വരില്ല. കമ്പാരേറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ഫോമുല അറിയാമെങ്കിൽ നമുക്ക് ചെയ്യുന്ന രീതിയിലാണ് ഗ്രാവിറ്റേഷന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ നീറ്റിന് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തിയറി വായിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ശേഷം കാണുമല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി ഓഫ് പ്ലാനറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ് കറങ്ങാൻ ആരാ പറഞ്ഞ? കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ആണ് കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് കെപ്ലർ. 3 ലോ ഉണ്ട്. കെപ്ലറിന്റെ ഫസ്റ്റ് ലോ ആണ് പ്ലാനറ്റ്സ് ഈസ് റിവോൾവിംഗ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. കണ്ടോ, പ്ലാനറ്റ് കറങ്ങുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്ന് ആരാ പറഞ്ഞേ? കെപ്ലർ ആണ് പറഞ്ഞത്. 3 ലോസ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ലോ ആണ് വിളിക്കുന്ന ഒരു ലോ ഓഫ് ഓർബിറ്റ്, രണ്ടാമത്തേത് ലോ ഓഫ് ഏരിയാസ്, മൂന്നാമത്തേത് ലോ ഓഫ് പീരീഡ്സ്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനി എന്താ പറയുന്നത്? 3 പോയിന്റ് നിങ്ങൾ കാണാം അല്ലെ. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അതില് എയിലെ കൈനറ്റിക് എനർജി ഓഫ് പ്ലാനറ്റ് കെ എ ആണ്, ബിയിലെ കൈനറ്റിക് എനർജി കെ ബി ആണ്, സിയിലെ കൈനറ്റിക് എനർജി കെ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിലാണ് കൈനറ്റിക് എനർജി മാക്സിമം, ഏത് പോയിന്റിലാണ് കൈനറ്റിക് എനർജി മിനിമം? ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ സൺ, ഈ എസ് എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണിനോട് ഏറ്റവും അടുത്തുള്ള പൊസിഷനെ വിളിക്കുന്ന പേരാണ് പെരിലിയോൺ. പെരിലിയോൺ എന്ന് വിളിക്കും. ഏറ്റവും ദൂരമുള്ള പോയിന്റ് സീനെ വിളിക്കുന്ന പേര് എഫീലിയോൺ. പെരിലിയോൺ ആൻഡ് എഫീലിയോൺ. കെപ്ലറിന്റെ രണ്ടാമത്തെ ലോ എന്താ പറയുന്നത് വെച്ചാൽ ആംഗുലർ മൊമെന്റം ഓഫ് എ പ്ലാനറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കെപ്ലറിന്റെ സെക്കൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അതിൽ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഓൾറെഡി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ വി ഇൻറ്റു ആർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ വിയും ആറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സണ്ണിന്റെ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ പ്ലാനറ്റിന്റെ വെലോസിറ്റി കുറവായിരിക്കും. സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർക്ക് ഏറ്റവും കുറവ്? എക്കാണ് കുറവ്. അതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ബിക്ക് വരും. അതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ആണ് സിക്ക് വരുന്നത്. ഇതിലെ ഡിസ്റ്റൻസിന്റെ ഓർഡർ. അപ്പോ വെലോസിറ്റി തിരിച്ചായിരിക്കും വരിക. എയിലെ വെലോസിറ്റി ആയിരിക്കും ബിനേക്കാളും കൂടുതൽ, അതിനേക്കാളും കൂടുതൽ കുറവായിരിക്കും സിക്ക്. ബിനേക്കാളും കുറവ് ആർക്കായിരിക്കും? സിക്ക് ആയിരിക്കും. അപ്പൊ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എയിലായിരിക്കും കൂടുതൽ അല്ലെ. അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും ബിയിലെ പ്ലാനറ്റിന്റെ കൈനറ്റിക് എനർജി, അതിനേക്കാളും കുറവായിരിക്കും സിയിലെ കൈനറ്റിക് എനർജി. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. കെ എ ഗ്രേറ്റർ ദാൻ കെ ബി ഗ്രേറ്റർ ദാൻ കെ സി, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? സോ ഏതിനെ ബേസ് ചെയ്തിട്ടാ? സെക്കൻഡ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് ലോ തന്നെ വേറൊരു കാര്യം കൂടി സെക്കൻഡ് ലോയിൽ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ രണ്ടാമത് ചോദ്യം നോക്കുക. സെക്കൻഡ് ലോനെ ബേസ് ചെയ്തിട്ട്, അപ്പൊ അതിന് കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് വരുന്നത് അല്ലെ. സെക്കൻഡ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ആംഗുലർ മൊമെന്റം അസോസിയേറ്റഡ് വിത്ത് എ പ്ലാനറ്റ് വിത്ത് റെസ്പെക്ട് ടു സൺ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇത് എവിടുന്നോ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെന്ന് അറിയോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. സണ്ണ് പ്ലാനറ്റുമായിട്ട് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. a/t എന്നുള്ളത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഫോർ എ ഗിവൻ ടൈം, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കിയേ. ഈ ഒരു ഏരിയ കാണുന്നുണ്ടോ? എസ് സി ഡി എന്ന് പറയുന്ന ഏരിയ അല്ലെ, എസ് ബി എ. നമ്മൾ കാണുമ്പോൾ ഏരിയ അല്ലെ, എ ബിന്റെ ഏരിയ എന്ന് വെച്ചാൽ സി ഡിനേക്കാളും കുറവ് പോലില്ല ഇതൊന്ന്. പക്ഷെ വാസ്തവത്തില് രണ്ടിന്റെയും ടൈം ഇന്റർവെൽ സെയിം ആണെങ്കിൽ ഏരിയ സെയിം ആണെന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഫോർ ഈക്വൽ ടൈം ഇന്റർവെൽ ദീസ് ഏരിയാസ് ഓഫ് ദി പ്ലാനറ്റ് വിൽ ബി ഈക്വൽ എന്നാണ് ആര് പറയുന്നത്? കെപ്ലറിന്റെ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കി. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഈ ഒരു ഏരിയ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു ഏരിയ നമുക്ക് A1 എന്ന് കൊടുക്കാം. ഈ രണ്ടാമത്തെ ഏരിയ നമുക്ക് A2 എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് SCD ഈസ് ട്വൈസ് ദി ഏരിയ ഓഫ് SAB എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A1 എന്നുള്ളത് 2 ടൈംസ് എന്ത് പറയുന്നുണ്ട്? A2 എന്ന് പറയുന്നുണ്ട്.
ഞാൻ പറഞ്ഞു എ ബൈ ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏരിയയും ടൈമും എന്തായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കില്ലേ. അപ്പൊ ടൈം എന്തായിരിക്കും വരിക T1 2 ടൈംസ് T2 ആയിരിക്കും. ടൈം T1 എന്ന് പറയുന്നത് എന്തായിരിക്കും 2 ടൈംസ് T2 ഓപ്ഷൻ ബി. T1 ഈക്വൽ ടു 2 ടൈംസ് T2 അതാണ് ചോദ്യം. T1 T2 നമ്മൾ റിലേഷൻ. സോ നമുക്ക് കിട്ടി ഓപ്ഷൻ ബി ആണ്. സോ ദിസ് ഈസ് കെപ്ലറിന്റെ സെക്കൻഡ് ലോ. ഇനി വാട്ട് ഈസ് കെപ്ലേഴ്സ് തേർഡ് ലോ? കെപ്ലറിന്റെ തേർഡ് ലോ ഈ ക്വസ്റ്റ്യൻ പറയാം. കെപ്ലറിന്റെ തേർഡിൽ എന്താ പറയുന്നത് വെച്ചാൽ ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് അതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും ടൈമിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എലിപ്റ്റിക്കൽ പാത്ത് ആണെങ്കിലും വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് സർക്കിൾ. സർക്കിൾ നമ്മൾ ചിലപ്പോൾ അസ്യൂം ചെയ്യും കാൽക്കുലേഷൻ ഈസി ആവാൻ വേണ്ടി. അപ്പൊ ചിലപ്പോൾ എക്ക് പകരം നമ്മൾ ഡിസ്റ്റൻസ് ആർ എന്നായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ടി സ്ക്വയർ പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ്. ഇതാണ് ലോ ഓഫ് പീരീഡ്സ്, ടൈം പീരീഡ്, കെപ്ലറിന്റെ തേർഡ് ലോ. ഇനി എന്താ പറയുന്നത്, ടൈം പീരീഡ് ഓഫ് എ എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ബിനേക്കാളും 8 ടൈംസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ഓഫ് എ ബൈ ഡിസ്റ്റൻസ് ഓഫ് ബി? എ എന്ന് വെച്ചാൽ ബിനേക്കാൾ എത്ര ഇരട്ടി കൂടുതൽ ഡിസ്റ്റൻസ് ആയിരിക്കും ബിനേക്കാളും? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കും, ഇവിടെ ടി സ്ക്വയർ പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് അല്ലേ. അപ്പൊ ഇവിടെ ടി എ ബൈ ടി ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ടി എ ബൈ ടി ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 8 സ്ക്വയർ 64. ഇതെന്തിനായിരിക്കും? ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ടി സ്ക്വയർ പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് അല്ലേ. അപ്പൊ 64 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർ എ ബൈ ആർ ബി ഹോൾ ക്യൂബിന് ഈക്വൽ ആയിരിക്കും. സോ വാട്ട് ഈസ് ആർ എ ബൈ ആർ ബി ഈക്വൽ ടു? യു വിൽ ഗെറ്റ് 64 ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 64? ക്യൂബ് റൂട്ട് എന്താ? 4. സോ ആർ എ ഈക്വൽ ടു എന്ത് കിട്ടും? 4 ഇൻറ്റു ആർ ബി എന്ന് കിട്ടും. അപ്പൊ 4 മടങ്ങ് കൂടുതലായിരിക്കും. ഓപ്ഷൻ എ. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പൊ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സോ 2017 ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് 2 ആസ്ട്രോനോട്ട് ഫ്രീ സ്പേസ് എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ ഹാവിംഗ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദെയർ സ്പേസ്ഷിപ്പ്. അവർ സ്പേസ്ഷിപ്പ് പുറത്തു വന്നു വിചാരിക്കും 2 ആസ്ട്രോനോട്ട്. അവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? സ്റ്റേഷനറി ആയിരിക്കും. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഇൻസ്റ്റന്റില് ഇവിടെ ആകെക്കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ. ആകെക്കൂടി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഫ്രീ സ്പേസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യും? അട്രാക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അട്രാക്ട് വെച്ചാൽ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഓപ്ഷൻ എ. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ അട്രാക്ഷൻ ഒക്കെ പോയി. ചെറിയ ഫോഴ്സ് അല്ല അട്രാക്ഷൻ എന്ന് വെച്ചാൽ. പിന്നെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. കെപ്ലറിന്റെ തേർഡ് ലോ പറയുന്നത് ടി സ്ക്വയർ പ്രൊപ്പോർഷൻ ടു ആർ ക്യൂബ് ആണ്. അപ്പൊ അവർ എന്ത് പറയുന്നു? ടി സ്ക്വയർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുന്നുണ്ട്. എ കോൺസ്റ്റന്റ് കെ, ആ കെന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ ജി ആൻഡ് കെ? ഈ ഒരു കോൺസ്റ്റന്റും ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ടൈം ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ശരി, നമുക്കറിയാം ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവരെന്താ തന്നിരിക്കുന്നത്? ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ ആണ്. ആൻഡ് വി നോ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് എം ആർ ഒമേഗ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കില്ലേ? എം ആർ ഒമേഗ സ്ക്വയർ, എം ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് ജി ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? സ്മോൾ ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ, വിച്ച് മീൻസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ജി എം ബൈ ആർ ക്യൂബ് എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ഒമേഗ ഈക്വൽ ടു? എന്ത് കിട്ടും? ജി എം ബൈ ആർ ക്യൂബ് ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും അല്ലേ? ജി എം ബൈ ആർ ക്യൂബ് ഹോൾ റേസ് ടു 1/3. ഇതാണ് നമ്മുടെ 2π/t. ഇതാണ് നമ്മുടെ 2π/t എന്ന് പറയുന്നത്. ഓർ എന്ത് കിട്ടും? ടി ഈക്വൽ ടു എന്ത് കിട്ടും? 2π ഇൻറ്റു ആർ ക്യൂബ് ബൈ ജി എം ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും അല്ലേ? 2π r ബൈ
gm whole raised to 1/3 എന്ന് കിട്ടും. 2 pi r by gm whole raised to 1/3. ചെറിയൊരു പ്രശ്നം വന്നു അല്ലേ? ഒമേഗ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു കൂടെ എന്താ വരിക? 1/2 അല്ലേ? 1/3 അല്ല, 1/2 ആണ്. അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ ചെയ്യുമ്പോ 4 pi സ്ക്വയർ അല്ലേ, ആർ ക്യൂബ്, 4 pi സ്ക്വയർ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ജി എം എന്ന് വരും അല്ലെ, ഈക്വൽ ടു ഞാൻ കെ ഇൻറ്റു ആർ ക്യൂബ് എന്ന് എഴുതി എന്ന് വിചാരിക്കും. സോ വാട്ട് ഇസ് കമ്പയർ ചെയ്യുമ്പോൾ കെന്റെ വാല്യൂ എന്താ? വാട്ട് ഇസ് കെ ഈക്വൽ ടു? യു വിൽ ഗെറ്റ് 4 pi സ്ക്വയർ ബൈ ജി എം. കെന്റെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ 4 pi സ്ക്വയർ ബൈ ജി എം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ജി കെ ഈക്വൽ ടു 4 pi സ്ക്വയർ ബൈ എം എന്ന് എഴുതിക്കൂടെ? ജി കെ ഈക്വൽ ടു 4 pi സ്ക്വയർ അല്ലെങ്കിൽ ജി എം കെ. ഈ ഒരു കാര്യം യു വിൽ ഗെറ്റ് ഇവിടുന്ന് ജി എം കെ ഈക്വൽ ടു 4 pi സ്ക്വയർ എന്ന് കിട്ടും. ജി എം കെ ഈക്വൽ ടു 4 pi സ്ക്വയർ. ഓപ്ഷൻ ഡി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ചോദ്യം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. നിങ്ങൾ ഇലക്ട്രിക് ഇന്റൻസിറ്റിയും ഡിസ്റ്റൻസ് തമ്മിലുള്ള ഗ്രാഫും അല്ലെ ഗോസ് തിയറത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മള് എർത്ത് ഒരു സോളിഡ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ അവിടുത്തെ നമ്മളിപ്പോ ഒരു പോയിന്റ് പി, ദിസ് പോയിന്റ് പി എന്ന് വെച്ചാൽ ഇൻസൈഡിലെ പോയിന്റ് ആകാം, ഓൺ ദി സർഫസ് ആകാം, അല്ലെങ്കിൽ ഔട്ട് സൈഡിലെ ഒരു പോയിന്റ് ആകാം, പോയിന്റ് പി. സോ വാട്ട്സ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ മൈനസ് ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. ഇൻസൈഡില് ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ മൈനസ് ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ ആണ്. എന്നുവെച്ചാൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. മൈനസ് ഉണ്ട്. ഓൺ ദി സർഫസ് ആണെങ്കിൽ ജി എം ബൈ ആർ സ്ക്വയർ മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ. ഔട്ട്സൈഡ് ആണെങ്കിൽ മൈനസ് ജി എം ബൈ സ്മോൾ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇയും ആറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇ വേഴ്സസ് ആർ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയാ വരിക എന്നറിയോ? ഇവിടെ ഏതൊരു പോയിന്റ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഇൻസൈഡ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഞാൻ നെഗറ്റീവ് സൈഡിൽ വരയ്ക്കാൻ കാരണം എന്താ? ഇക്വേഷൻ നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, ഇൻസൈഡ്, ഇതാണ് നമ്മുടെ ഇൻസൈഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാരബോള ആയിരിക്കും കിട്ടുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ് കിട്ടുന്നത്. സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഗ്രാഫാണ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആണ് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കും? ഈ ഗ്രാഫ് ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ, എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ ബിയും ചൂസ് ചെയ്യാം കേട്ടോ. നെഗറ്റീവ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് വേണം ചൂസ് ചെയ്യാൻ. അതില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഓപ്ഷൻ ബി. അത് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ നേരെ മിറർ ഇമേജ് ഇങ്ങനെയല്ലേ വരിക? മാഗ്നിറ്റ്യൂഡ്, ആ ഗ്രാഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വരിക. അപ്പൊ ഇത് ഒറിജിനൽ ഗ്രാഫ്, ഇത് മാഗ്നിറ്റ്യൂഡിന്റെ ഗ്രാഫ്, ഇന്റൻസിറ്റി. രണ്ടും ശരിയാണ്. ഏറ്റവും കൂടുതൽ ശരി ഇതാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ശരിയേതാ? ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഗ്രാഫ്. ഇതില്ലെങ്കിൽ മാത്രം ഈ ഒരു ഗ്രാഫ് ചൂസ് ചെയ്യും. അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നോക്കി, കണ്ടോ? അവര് മാഗ്നിറ്റ്യൂഡ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, സോളിഡ് സ്ഫിയർ അല്ല, ഹോളോ സ്ഫിയർ, സ്ഫെറിക്കൽ ഷെല്ലാണ്. സ്ഫെറിക്കൽ ഷെല്ലും സോളിഡ് സ്ഫിയറും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നമ്മൾ ഈ ഇൻസൈഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഇൻസൈഡിൽ എന്തില്ല? ഹോളോ ആയതുകൊണ്ട് ഇന്റൻസിറ്റി ഇല്ല. ഗ്രാവിറ്റേഷൻ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. പിന്നെ സർഫസിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും? മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഔട്ട്സൈഡ് ആണ് പോയിന്റ് എങ്കിൽ മൈനസ് ജി എം ബൈ സ്മോൾ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നിങ്ങൾ മൈനസ് സൈൻ കൺസിഡർ ചെയ്തിട്ടും കാര്യമില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് നമുക്ക് ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഇ എം ആറും ഗ്രാഫ്
ഓക്കെ, ഇൻസൈഡില് ഗ്രാഫ് ഇല്ല, 0 ആണ് ഇന്റൻസിറ്റി. ഔട്ട്സൈഡില് ഇങ്ങനെയും വരും. ഓക്കെ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഓപ്ഷൻ തരും, ബി വരും, ഓപ്ഷൻ ബി. ഇതിന്റെ ആക്ച്വൽ ഗ്രാഫ് എങ്ങനെയാ വരിക? ആക്ച്വൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ആക്ച്വൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ. ആക്ച്വൽ ഗ്രാഫ് ചിലപ്പോൾ ഇനി നീറ്റിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും ചോദിക്കുന്നത്. സോ നോട്ട് ദി പോയിന്റ്. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം നോക്കുക. രണ്ട് സ്ഫിയർ, ഒരെണ്ണത്തിന്റെ മാസ് സ്മോൾ എം, മറ്റേതിന്റെ മാസ് ക്യാപിറ്റൽ എം, അവർ തമ്മിലുള്ള മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്യാപിറ്റൽ എഫ് ആണ്. പിന്നെ എന്ത് ചെയ്തു? രണ്ട് മാസിന്റെ ഇടയിൽ നമ്മളൊരു മീഡിയം, ഒരു ലിക്വിഡ് കൊണ്ട് വെച്ചു. ആ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3 ആണ്. എന്നുവെച്ചാൽ ഡെൻസിറ്റി 3000 kg/m³ ഉള്ള ഒരു ലിക്വിഡ് വെക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ന്യൂട്ടന്റെ ഇക്വേഷൻ തന്നെ m1 m2/r² ആണ്. മാസിനെയും ഡിസ്റ്റൻസിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം ആയിരിക്കും. ഓക്കെ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. മീഡിയം മാറി എന്ത് മാറില്ല? ഫോഴ്സ് മാറില്ല. അടുത്ത ചോദ്യം, a body weight 72 Newton from the surface of Earth at a height half the radius of Earth, then the gravitational force exerted on it will be. Sorry, a body actual weight 72 Newton ആണ്. അത് എന്ത് ചെയ്തു? അതായത് ഒരു ബോഡി കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് പിയിലാണ് ബോഡി എങ്കിൽ അതിന്റെ വെയിറ്റ് എന്താ? 72 ന്യൂട്ടൺ ആണ്. ഇത് കുറച്ച് ഹൈറ്റ് മുകളിലോട്ടേക്ക് പോയി. എത്ര ഹൈറ്റ് മുകളിലോട്ട് പോയി? ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ r/2 ഹൈറ്റ് മുകളിലോട്ട് പോയി. r/2 ഹൈറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? എന്തായാലും കുറവായിരിക്കും, വെയിറ്റ് കുറയും. എന്തുകൊണ്ടാ? കാരണം ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അല്ലെ? നമുക്ക് ഗ്രാവിറ്റി തന്നെ ആലോചിക്കാം. ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ തന്നെ gm/r² ആണ്. അപ്പൊ ഗ്രാവിറ്റിയും r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അല്ലെങ്കിൽ ഫോഴ്സ് ആണെങ്കിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? W1/W2 ഈക്വൽ ടു r2/r1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെ? W1 72, W2 അറിയില്ല, R2, what is R2 equal to? R plus H ആണ്. R plus ഏതാണ് നമ്മുടെ R2? R plus R/2 by R whole square. That is 72/W2 equal to 3r/2r whole square എന്ന് കിട്ടും. LCM എടുക്കുമ്പോൾ r cancel ആകും, 9/4 എന്ന് കിട്ടും. So what is W2 equal to? 72 into 4/9 എന്ന് കിട്ടും. ഇത് 8 ടൈംസ് പോവും, 32 ന്യൂട്ടൺ എന്ന് കിട്ടും. 32 ന്യൂട്ടൺ ഓപ്ഷൻ ബി. 32 ന്യൂട്ടൺ ഓപ്ഷൻ ബി എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? So we are moving to the last question of this part. അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നോക്കാം. ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഇപ്പൊ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ് സാധാരണ 1/r², ഇപ്പൊ പറഞ്ഞുള്ളൂ 1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് 1/r², 1/r പ്രൊപ്പോർഷണൽ വിചാരിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് gm1 m2/r ആണെന്ന് വിചാരിക്കുക, നോട്ട് 1/r². അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡ് എന്തിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? r⁻² എന്തായിരിക്കും? അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്കിൽ നമ്മൾ വെലോസിറ്റി എന്തിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണല്ലോ. r പോവും. ഓക്കെ, നമുക്ക് ഇതിനെ ക്യാപിറ്റലും സ്മോളും എഴുതാം. ക്യാപിറ്റലും സ്മോളും, m ക്യാൻസൽ ആവും,
v square equal to u will get gm or v equal to root gm. എന്ന് വെച്ചാൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് r ആണ്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഓപ്ഷൻ ബി വരും, ഇൻഡിപെൻഡന്റ് ഓഫ്. ക്ലിയർ ആണോ? സോ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. സോ ബൈ സി യു, ടേക്ക് കെയർ. അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതൊക്കെ റിവിഷൻ ചെയ്തിട്ട് വരാം. ഇനി ഒരു മാസം കൂടി നമ്മുടെ കയ്യിലുള്ളൂ നീറ്റിനെ. സോ ബൈ, സി യു, ടേക്ക് കെയർ.